ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബുർജ് ഖലീഫ, വലിയ മാൾസ്, ലക്ഷറി കാർ, ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡിംഗ്സ് എന്നിവയാണ്. പക്ഷേ ദുബായ്ക്ക് മറ്റൊരു മുഖമുണ്ട്. ഈ നഗരം എങ്ങനെ വളർന്നു, എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഒരു ചെറിയ വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് ലോകം അറിയുന്ന ഒരു നഗരമായി മാറിയത്, ആ കഥയുടെ ചില ഭാഗങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് അൽസീഫ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ദുബായ് ക്രീക്കിന്റെ തീരത്തുള്ള ഈ മനോഹരമായ സ്ഥലത്തേക്കാണ്. പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. സാധാരണ ദുബായ് അട്രാക്ഷനിൽ കാണപ്പെടുന്ന തിക്കും തിരക്കും ശബ്ദവും ഇവിടെ കുറവാണ്. പകരം ഒരു ശാന്തത, ഒരു സ്ലോ അറ്റ്മോസ്ഫിയർ. ഒരു വശത്ത് ക്രീക്ക്, മറ്റൊരു വശത്ത് പഴയ അറേബ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. ആദ്യ നോട്ടത്തിൽ തന്നെ ഈ സ്ഥലം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ലെന്ന് മനസ്സിലാകും. ഇത് ദുബായിയുടെ കഥ പറയുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് എവിടെയെങ്കിലും എത്തണമെന്ന ലക്ഷ്യമില്ല. കാരണം അൽസീഫിന്റെ ഭംഗി ഡെസ്റ്റിനേഷനിലല്ല, ജേണിയിലാണ്. ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഓരോ കാഴ്ചയും ശ്രദ്ധിക്കണമെന്ന് തോന്നും. പഴയ വുഡൻ ഡോർസ്, ട്രഡീഷണൽ അറേബ്യൻ ആർക്കിടെക്ചർ, ചെറിയ വഴികൾ, കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലുകൾ, ഇവയൊക്കെ ചേർന്ന് പഴയ ദുബായിയുടെ ഒരു ചെറിയ ചിത്രം വരച്ചിടുന്നു. ഇവിടെ നടക്കുമ്പോൾ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയതുപോലെ തോന്നും. പക്ഷേ അതേസമയം മോഡേൺ കഫേസ്, റെസ്റ്റോറന്റ്, ബൊട്ടിക്യൂ ഷോപ്പ് എന്നിവയും കാണാം. അതാണ് അൽസീഫിനെ വ്യത്യസ്തമാക്കുന്നത്. പഴയതും പുതിയതും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ മറികടക്കാൻ ശ്രമിക്കുന്നില്ല. രണ്ടും ഒരുപോലെ മനോഹരമായി നിലകൊള്ളുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ദുബായ് ക്രീക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. വെള്ളത്തിൽ ചെറിയ തിരമാലകൾ, പതുക്കെ പതുക്കെ നീങ്ങുന്ന അബ്രാസ്, അകലെ കേൾക്കുന്ന ബോട്ടുകളുടെ ശബ്ദം, കാറ്റിന്റെ തണുപ്പ്. ഒന്നും ഡ്രാമാറ്റിക് അല്ല, പക്ഷേ ഇവയെല്ലാം ചേർന്നപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാകുന്നു. ചില സ്ഥലങ്ങളുടെ ഭംഗി അവിടെ എന്തൊക്കെ ഉണ്ട് എന്നതിലല്ല, അവിടെ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നതിലാണ്. അൽസീഫ് അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. കുറച്ചു സമയം ക്രീക്കിന്റെ തീരത്ത് നിന്നുകൊണ്ട് ചുറ്റും നോക്കി. അവിടെ ഇരിക്കുന്ന കുടുംബങ്ങൾ, ഫോട്ടോ എടുക്കുന്ന ടൂറിസ്റ്റ്, കയ്യിൽ കോഫി പിടിച്ച് നടന്നു പോകുന്ന ആളുകൾ. ആർക്കും തിരക്കില്ല. ഓരോരുത്തരും അവരുടെ സമയം ആസ്വദിക്കുകയാണ്. ഇന്നത്തെ ബിസി ജീവിതത്തിൽ അതും ഒരു ലക്ഷ്യം തന്നെയാണ്. അൽസീഫിന്റെ പ്രധാന വാക്വേ വിട്ട് ചെറിയ വഴികളിലേക്ക് കയറിയാൽ മറ്റൊരു ലോകം കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നാം. പക്ഷേ ഓരോ വഴിക്കും അതിൻ്റെതായ ക്യാരക്ടർ ഉണ്ട്. ചിലയിടങ്ങളിൽ പഴയ എമറാത്തി വീടുകളുടെ രൂപകൽപ്പന, ചിലയിടങ്ങളിൽ മനോഹരമായ കോർട്ട്യാർഡ്സ്, ചിലയിടങ്ങളിൽ ചെറിയ ആർട്ട് ഡിസ്പ്ലേസ്, ഓരോ കോർണറിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫ്രെയിംസ്. അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫേഴ്സിനും വ്ളോഗേഴ്സിനും ഈ സ്ഥലം ഇത്ര ഇഷ്ടമുള്ളത്. വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട, ബാക്ക്ഗ്രൗണ്ട് തന്നെ മനോഹരമാണ്. സത്യത്തിൽ ക്യാമറ എടുത്താൽ ഫ്രെയിം കിട്ടാത്ത സ്ഥലങ്ങൾ ഇവിടെ വളരെ കുറവാണ്. നടക്കുന്നതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആളുകൾ ഇവിടെ വേഗത്തിൽ നടക്കുന്നില്ല. മിക്കവരും സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇവിടെ എത്തുന്നവർ ഡെസ്റ്റിനേഷനിലേക്കല്ല പോകാൻ വരുന്നത്, ജേർണി എൻജോയ് ചെയ്യാനാണ്. അതുകൊണ്ടാവാം ഇവിടെ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നത്. ദുബായിൽ ഫാമിലിയോടൊപ്പം വരാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് അൽസീഫ്. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് കുട്ടികൾ ഓടി നടക്കുന്നു, മാതാപിതാക്കൾ അവരെ നോക്കി ചിരിക്കുന്നു, ചിലർ ഫാമിലി ഫോട്ടോ എടുക്കുന്നു, ചിലർ ക്രീക്കിനെ നോക്കിയിരിക്കുന്നു. ഇവിടെ വലിയ റൈഡ്സ് ഒന്നുമില്ല, പക്ഷേ വലിയ തീം പാർക്ക് അട്രാക്ഷൻസ് ഒന്നുമില്ല. എന്നിട്ടും ആളുകൾ മണിക്കൂറോളം ഇവിടെ സമയം ചിലവഴിക്കുന്നു. കാരണം ചിലപ്പോൾ സന്തോഷത്തിന് വലിയ എന്റർടൈൻമെന്റ് ആവശ്യമില്ല, ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം മതി. അതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ക്രീക്കിലൂടെ സഞ്ചരിക്കുന്ന അബ്ര കാണുമ്പോൾ ദുബായിയുടെ പഴയ ചരിത്രം ഓർമ്മ വരും. ഇന്ന് മെട്രോയും ലക്ഷറി കാർസും സ്കൈ ക്രീപ്പേഴ്സുമുള്ള നഗരമായാലും ഒരു കാലത്ത് ഈ ക്രീക്കായിരുന്നു ജീവിതത്തിന്റെ കേന്ദ്രം. വ്യാപാരവും യാത്രയും ജീവിതവും എല്ലാം ഇതിന്റെ ചുറ്റുമായിരുന്നു. ചെറിയ ബോട്ടുകൾ ഇന്നും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ചരിത്രം ഇന്നും മുന്നിൽ ജീവിക്കുന്നത് പോലെ തോന്നും. അതാണ് അൽസീഫിന്റെ പ്രത്യേകത. ഇത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ദുബായിയുടെ യാത്ര പറയുന്ന ഒരു ജീവനുള്ള ഓർമ്മയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഫേസ് ശ്രദ്ധയിൽപ്പെട്ടു. ഓരോ കഫേക്കും വ്യത്യസ്തമായ സ്റ്റൈൽ. ചിലത് ട്രഡീഷണൽ അറബിക് ഡിസൈൻ, ചിലത് മോഡേൺ കൺസെപ്റ്റ്, ചിലത് ക്രീക്കിനെ നേരിട്ട് കാണുന്ന രീതിയിൽ. അവിടെ ഇരുന്ന് ഒരു കോഫി കുടിക്കുമ്പോൾ മുന്നിലൂടെ അബ്രാസ് കടന്നു പോകുന്നത് കാണാം. ദുബായിൽ കോഫി കുടിക്കാൻ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ കോഫിയോടൊപ്പം ഇങ്ങനെ ഹിസ്റ്ററി ഫീൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അൽസീഫ് അതിൽ ഒന്നാണ്.
വൈകുന്നേരം പതുക്കെ സൺസെറ്റിലേക്ക് മാറി തുടങ്ങി. ആകാശത്തിന്റെ നിറങ്ങൾ മാറാൻ തുടങ്ങി. ഗോൾഡൻ നിറം ക്രീക്കിന്റെ വെള്ളത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഇവിടെ ഏറ്റവും മനോഹരം. പകൽ കണ്ട സ്ഥലമല്ലെന്ന് തോന്നും. പുതിയ മൂഡ്, പുതിയ അറ്റ്മോസ്ഫിയർ. ഫോട്ടോഗ്രാഫേഴ്സ് എന്തുകൊണ്ടാണ് ഗോൾഡൻ ഹവറിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്ന് ഇവിടെ വന്നാൽ മനസ്സിലാകും. ഓരോ ഫ്രെയിംസും സിനിമാറ്റിക്കായി തോന്നും. വലിയ ക്യാമറ വേണ്ട, ഒരു മൊബൈൽ ഫോൺ മതി. ബാക്ക്ഗ്രൗണ്ട് അത്ര മനോഹരമാണ്. സൂര്യൻ കൂടുതൽ താഴേക്ക് പോയതോടെ ലൈറ്റ് തെളിയാൻ തുടങ്ങി. അവിടെയാണ് അൽസീഫ് വീണ്ടും മാറുന്നത്. പഴയ കെട്ടിടങ്ങളിലെ വാം ലൈറ്റ്സ്, ക്രീക്കിൽ പ്രതിഫലിക്കുന്ന ആ പ്രകാശം, കാറ്റിന്റെ തണുപ്പ്, രാത്രിയുടെ ശാന്തത, ഇതെല്ലാം ചേർന്ന് മറ്റൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുന്നു. ദുബായിലെ പല സ്ഥലങ്ങളിലും എക്സൈറ്റ്മെന്റ് കിട്ടും, പക്ഷേ ഇവിടെ കിട്ടുന്നത് സമാധാനമാണ്. അതാണ് ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത്. രാത്രി കൂടുതൽ ആഴമായപ്പോൾ കഫേസ് കൂടുതൽ സജീവമായി. ആളുകൾ കൂടിയെങ്കിലും ശബ്ദമില്ല, ഒരു കാം എനർജി മാത്രം. ചിലർ ഡിന്നർ എൻജോയ് ചെയ്യുന്നു, ചിലർ വെറുതെ ക്രീക്കിനെ നോക്കിയിരിക്കുന്നു. സമയം മന്ദഗതിയിലായതുപോലെ തോന്നുന്നു. തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിൽ വന്നു. ദുബായിയുടെ ഭാവി എല്ലാവർക്കും കാണാം. ബുർജ് ഖലീഫയിലും ഡൗൺ ടൗണിലും മറീനയിലും അത് കാണാം. പക്ഷേ ദുബായിയുടെ കഥ അറിയണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരണം. കാരണം ഈ നഗരത്തിന്റെ വേരുകൾ ഇവിടെ എവിടെയോ ഇന്നും ജീവിച്ചിരിക്കുന്നു. അൽസീഫ് വലിയൊരു അട്രാക്ഷൻ അല്ല, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവുമല്ല. പക്ഷേ ദുബായിയുടെ ആത്മാവിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ദുബായിൽ താമസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും വിസിറ്റ് ചെയ്യാൻ വന്നവരാണെങ്കിലും ഒരു വൈകുന്നേരം ഇവിടെ ചിലവഴിക്കൂ. ഒരു പക്ഷേ ദുബായിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നായി ഇത്
ഇത് മാറിയേക്കാം. ഞങ്ങൾ അനുഭവിച്ചതുപോലെ. അങ്ങനെ അൽസീഫിലേക്കുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അൽസീഫ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിൽ പങ്കുവയ്ക്കൂ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഹാപ്പി ട്രാവലിംഗ്.